അതിന് ക്യാബിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. D10 കാണാൻ പറ്റും. D10 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭാര്യയുടെയും മകളുടെയും ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിലും അടുത്തൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് സംശയമായിരുന്നു എങ്ങനെയാണ് എന്താണെന്നൊക്കെ. എന്തായാലും കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഞങ്ങളുടെ 4ാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിൻ കയറിയിരിക്കുകയാണ്. മുഖത്ത് രണ്ടുപേരും സന്തോഷം കണ്ടാൽ തന്നെ അറിയാം. അവൾ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താണ് സാധനം, എന്താണ് സംഭവം എന്നൊന്നും അറിയാത്ത രീതിയിൽ. എന്തായാലും ഞങ്ങൾ പറഞ്ഞൊക്കെ കൊടുത്തു, ഇന്ന സംഭവമാണ്, നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അതൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമാണ് അവൾക്ക്. എൻ്റെ സീറ്റിലിരുന്ന് കാഴ്ച കാണുന്നതാണ് ആദ്യം തന്നെ പറയുന്നത്. ഭാര്യയാണെങ്കിൽ തന്നെ നേരത്തെ ഞങ്ങളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ട്രെയിനും കൂടെ കൊടുത്ത് ഉൾപ്പെടുത്തണമെന്നൊരു അഭിപ്രായം പറഞ്ഞു. ഞാനിതൊരു ട്രെയിൻ കയറിയിട്ടില്ല എന്നും പറഞ്ഞു. നമ്മുടെ ട്രെയിൻ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ സീറ്റെല്ലാം ഫില്ലാട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ സീറ്റും ഫില്ലാണ്. വളരെ കുറച്ച് സീറ്റ് മാത്രമാണ് വേക്കൻസി ഉള്ളൂ. ഞാൻ ഓൾറെഡി തന്നെ ട്രെയിൻ നോക്കിയ സമയത്ത് ഇങ്ങോട്ട് വരാൻ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് ബസ് എടുത്ത് പോകുന്നത്. തിരിച്ചിടാൻ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ട്രെയിൻ 4:30-ക്കാണ്. അപ്പോൾ അതും പറ്റില്ലാത്തതുകൊണ്ടാണ് നേരത്തെ പോകുന്നേക്കാന്ന് വെച്ചത്. 6:30-ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ്സൊക്കെ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ കൊച്ചൊക്കെ ഉണ്ടായിട്ട് പാടായതുകൊണ്ട് അങ്ങനെയാണ് മാറ്റി ഇങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ ഇരിക്കുന്ന ഡയറക്ഷൻ്റെ നേരെ പിന്നിലോട്ടാണ് വണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന ഓരോ പ്രധാനപ്പെട്ട സ്റ്റേഷനൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ യാത്രയുടെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ ട്രെയിൻ യാത്ര ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ട്രെയിൻ യാത്ര കൂടെയാണ്. നമ്മൾ കോഴിക്കോട് സ്റ്റേഷൻ വിടുകയാണ്. വണ്ടി ഏതാണ്ട് ഒരു 6 മിനിറ്റ് വൈകിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള ഒരു യാത്ര തന്നെയാണ്. എപ്പോഴും കാരണം നമുക്ക് വലിയ ക്ഷീണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ട്രെയിൻ യാത്രയിൽ അനുഭവപ്പെടാറില്ല. പിന്നെ ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം ട്രെയിൻ ഏറെ നേരം പിടിച്ചിടുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. എന്തായാലും ഈ യാത്രയിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലെന്നാണ് യാത്രയോടുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജന്മഭൂമിയിൽ ജോലിക്ക് കയറിയ ശേഷം ഒരു 2016 കാലഘട്ടത്തിലെന്ന് തോന്നുന്നു ട്രെയിനിലൊരു യാത്ര നടത്തിയത്. അന്ന് എറണാകുളത്ത് നിന്ന് പുട്ടപ്പുറത്തേക്ക് പോയി തിരിച്ചും ട്രെയിനിൽ തന്നെയാണ് വന്നത്. അതൊരു ദീർഘയാത്ര തന്നെയായിരുന്നു. ആ യാത്രയിലെ നമ്മൾ മറ്റേത് സംവിധാനത്തിൽ പോയാലും, വിമാനം ഒഴിച്ച് മറ്റേത് സംവിധാനത്തിൽ പോയാലും നമുക്ക് അത്രയ്ക്കും ഒരു കംഫർട്ടായിട്ട് പോകാൻ പറ്റത്തില്ല. ബെർത്തിലൊക്കെ ഉറങ്ങി നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചു. ഭക്ഷണമൊക്കെ ആണെങ്കിലും ഞങ്ങൾ കൈ കരുതുകയും പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്താണ് അന്ന് യാത്ര ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഭാര്യയും ഇപ്പോൾ കുട്ടിയൊക്കെ ജനിച്ച ശേഷം നമ്മൾ അവരുമായിട്ട് യാത്ര ചെയ്യുന്നത് ആ സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ വേറെ എവിടെയും കിട്ടത്തില്ല. മകൾ ബസ്സിൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം തൊടുപുഴയിൽ നിന്ന് കോഴിക്കോട് പോയ സമയത്ത് ഏതാണ്ട് ഒരു 99% എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അവിടെ ഇരുന്നത്. ഇടയ്ക്കൊരു കുറച്ച് നേരം മാത്രമാണ് ഭാര്യയുടെ കയ്യിൽ പോയത്. അപ്പോൾ എനിക്ക് ബസ്സിലിരുന്ന് കാര്യമായിട്ട് ഉറങ്ങാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ട്രെയിൻ യാത്ര അങ്ങനെയല്ല. ഞങ്ങൾ 3 സീറ്റാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്നൊരു സ്ഥിരമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്താണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു ടേബിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നമുക്കൊന്ന് ഇരിക്കാനോ തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ലൊരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. ബസ്സിലൊക്കെ പോയാൽ നമുക്ക് ഒരിക്കലും അത്തരം ഒരു ഇത് കിട്ടത്തില്ല. കാരണം കുഴിയൊക്കെ ചാടി അലച്ചിലും പ്രശ്നമൊക്കെ ആയിരിക്കും. ഇതിനകത്തുള്ള കാറ്റൊക്കെ കൊണ്ട് മകളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം. പാലവും പുഴയും പിന്നെ വയലോരങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ട് കാടും മേടും എന്ന് പറയുന്ന പോലെ എല്ലാം കണ്ട് അങ്ങ് പോകാം. അത് വലിയൊരു എന്താ പറയുക, മനസ്സിനൊരു ഇത്രയും ഒരു സന്തോഷം നൽകുന്ന വേറൊരു യാത്രയില്ല എന്ന് തന്നെ പറയാം. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. ബസ്സും നമ്മളിപ്പോൾ എന്ത് കണ്ടാലും ഇങ്ങനെ നോക്കിയിരിക്കും. ആ പ്രായം എന്നാണല്ലോ. അപ്പോൾ എൻ്റെ മടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. താഴെ ഇരിക്കുമ്പോൾ ഇത്രയും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മടിയിൽ കയറ്റിയിരുത്തി ഇച്ചിരി ഉയരത്തിൽ കാണാൻ പാകത്തിനിരുത്താണ്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ റെയിൽവേ പാളങ്ങളും ഒക്കെ കണ്ട് എന്താണ് ട്രെയിൻ എന്ന് പോലും അറിയില്ല. അവർക്ക് ട്രെയിനൊരു കളിപ്പാട്ടം പോലും മേടിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഈ നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ട്
ഉള്ള പരിചയമാണ് കൊച്ചിനുള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് പറഞ്ഞില്ലേ, അപ്പം എനിക്കും അത്ര വശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി ട്രെയിനൊക്കെ കണ്ടുപിടിച്ചാണ് ട്രെയിനിൽ കയറിയത്. ഈ കാണുന്നുണ്ടോ, ശരിക്കും ഇത് ഒരു നമ്മൾ വിചാരിക്കും ഒരു കണ്ടമാണ് അല്ലെങ്കിൽ ഒരു വയലാണെന്ന് വിചാരിച്ചാൽ ഇത് ആമ്പൽ പാടമാണ്. താമരപ്പാടം എന്ന് പറയാം. ആമ്പലും താമരയും ഉണ്ടെന്ന് തോന്നുന്നു, കൂടുതലും താമരയാണ്. അപ്പോൾ താമരയൊക്കെ വിളവെടുത്ത് പോയ ശേഷം ഉള്ള പാടമാണിത്. ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ്. ഒരു 10-15 മിനിറ്റെങ്കിലും ഞങ്ങൾ ഇതിലൂടെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീടുകളും നല്ല മനോഹരമായ പച്ചപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. നമുക്ക് എവിടെ പോയാലും കിട്ടാത്തൊരു ഒരു സംതൃപ്തിയാണത്. യാത്രയിൽ ആദ്യം ഉറങ്ങിയത് ഭാര്യയാണ് കേട്ടോ. ഭാര്യ ഒരുപാട് ക്ഷീണിതയായിരുന്നു, യാത്രയും മക്കളെ നോക്കും എല്ലാം കൂടെ കൊണ്ട്. അപ്പോൾ ആദ്യം അവൾ ഇരുന്നുറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പം മകളും ഇരുന്നുറങ്ങി. മകൾ സീറ്റിലിരുന്ന് തന്നെയാണ് ഉറങ്ങിയത്. പ്രശ്നമൊന്നും ഉണ്ടായില്ല, കാരണം നമ്മൾ ബസ്സിൽ പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് നേരം ഞാനും ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി. ഞങ്ങൾക്കൊരു ഏതാണ്ടൊരു 5 മണിക്കൂർ താഴെയുള്ള യാത്രയുണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചില റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വർഷത്തിൽ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. റോഡും ഗുഡ്സ് ട്രെയിനും ഒക്കെ കിടക്കുന്നുണ്ട്. തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞങ്ങളുടെ ട്രെയിൻ ജനശതാബ്ദിയാണ്. എല്ലായിടത്തൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പുള്ളത്. മാത്രമല്ല അത് കോഴിക്കോട് നിന്ന് തന്നെ യാത്ര തുടങ്ങുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു കയറാനും മറ്റുമൊക്കെ, സീറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി നിറച്ചും ആളുണ്ടായിരുന്നു. കുറേ അധികം പേര് നിൽക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് പേര് ഇറങ്ങി പോകുന്നു, പിന്നെ കുറച്ച് പേര് പുതിയത് ആ സമയത്ത് കയറുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ട്രെയിന് ഒരുപാട് സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തൊന്നും പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. അവർ പറഞ്ഞിരുന്ന സമയം ഏതാണ്ട് 4:30 എന്നാണ്. പക്ഷേ എങ്കിലും ആ ടൈമിൽ എത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ഓടിയെത്തുമെന്നാണ് കരുതുന്നത്. അപ്പം നല്ലൊരു വിശ്രമമൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടി. അപ്പം പാടം തിരിഞ്ഞു പോകുന്നതൊക്കെ കാണാൻ നമുക്ക്. ഇത് തമിഴ്നാട് മേഖലയിലേക്കടക്കം ഇവിടുന്ന് ട്രെയിൻ കടന്നു പോകുന്ന ഒരു റൂട്ടാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് യാത്ര തുടരുകയാണ്. നമ്മുടെ താമരപ്പാടങ്ങളതാ ഇങ്ങനെ തുടരുകയാണ്. അതിൻ്റെ പുറകിൽ തെങ്ങും തോപ്പുകളും ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ കൊച്ചു കേരളം എത്ര സുന്ദരമാണെന്ന് ഒരു ട്രെയിൻ യാത്ര തന്നെ നമുക്ക് പഠിപ്പിച്ചു തരും. ഞങ്ങളത് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തുടർന്നുള്ള വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണിക്കാം. വീഡിയോ കാണുന്നവർ അവരുടെ സപ്പോർട്ട് കമൻറ്റായും ലൈക്കായും നൽകുമല്ലോ. നന്ദി. श्रद्धा जंक्शन सिग्नल जागरण ചെയ്യുന്നു. ഷോർണൂർ ജംഗ്ഷൻ पर आपका स्वागत है. वेलकम टू ഷോർണൂർ जंक्शन.